നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലോകിനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അനന്തനും അച്യുതനും ഒക്കെ വരുവാണ്. അച്യുതൻ വന്നിട്ട് ഓടി വന്നിട്ട് അലോകിന്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, എടാ മോനെ, നിന്നെ ഇവർ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിച്ചു. അലോക് ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ്. അപ്പൊ വക്കീലിനെ കൂട്ടിയാണ് അച്യുതനും അനന്തനും ഒക്കെ വന്നത്. ആ സമയത്ത് അലോകിനെ മുഖം കണ്ടിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞു, ഇവര് നിന്നെ ഉപദ്രവിച്ച് കാണുമല്ലേ എന്ന് ചോദിച്ചു. എനിക്കറിയാം, എന്റെ മുഖം കുഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാന്ന് പറഞ്ഞു. ആ സമയത്ത് വക്കീൽ ചോദിച്ചു, എന്ത് പരിപാടിയാടോ പോലീസുകാർ താൻ കാണിച്ചേ? എന്റെ കശു ഉപദ്രവിച്ചോന്ന് ചോദിച്ചു. പിന്നെ അവൻ അത്രയ്ക്ക് വലിയ പുണ്യ പ്രവൃത്തിയല്ലേ ചെയ്തേ, ഉപദ്രവിക്കാതിരിക്കാതിനായിട്ട്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് മുറി പൂട്ടിയിട്ട് ഇവനെയൊക്കെ പിന്നെ എന്ത് ചെയ്യണോന്ന് ചോദിച്ചു. തല്ലി ചതയ്ക്കുമല്ലേ വേണ്ടേ? ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു, സാറേ, എന്റെ മോൻ അങ്ങനെയും ചെയ്തിട്ടില്ല. പിന്നെ തന്റെ മോൻ ചെയ്തിട്ടൊന്നുമില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പരാതി നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, സാറേ, അലോകിനെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. വിട്ടയക്കാനായിട്ടാ? അവനെതിരെ മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്, ഇനി കോടതി ഹാജരാക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം അച്യുതൻ പറഞ്ഞു, കോടതിയെ ഹാജരാക്കാനോ എന്റെ മോന്? പിന്നല്ലാതെ, കോടതി ഹാജരാക്കി അവിടുന്ന് ജാമ്യം എടുത്തു, ഇവിടുന്ന് ജാമ്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വക്കീല് പറഞ്ഞു, ഇതെന്താ സാറേ? അതെ, ഞങ്ങൾ ഇവനെ ജഡ്ജിന്റെ അടുത്തേക്ക് ഹാജരാക്കാനായിട്ട് കൊണ്ടുപോവാ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കോടതി വന്ന് അവിടെ ഒന്ന് ജാമ്യം എടുത്തോളാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യത്തോടുകൂടി അച്ഛനും പറഞ്ഞു, അതെ, ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് ഇറക്കാൻ അറിയാം. എന്താണെങ്കിലും ജഡ്ജിന്റെ അടുത്തൊന്ന് ഇവൻ കാര്യങ്ങൾ പറഞ്ഞോളൂ. എൻ്റെ മോനെ വിട്ടയക്കും, ഞങ്ങൾക്ക് ആ പ്രതീക്ഷയുണ്ട്. എടാ മോനെ, നീ ധൈര്യമായിട്ട് ഇവരോടൊപ്പം പോയിക്കോ, നിനക്ക് ജാമ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അലോകനെ കൂട്ടിക്കൊണ്ട് പോലീസുകാർ നേരെ ജഡ്ജിന്റെ വീട്ടിലേക്ക് പോവാണ്, മൊഴി കൊടുക്കാനും മറ്റുമായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജഡ്ജ് പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു, അതെ, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ദിവസം മൊത്തം രാത്രി മുറി പൂട്ടിയിട്ടു. അത് മാത്രമല്ല, അവളുടെ കല്യാണം മുടക്കി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലോക് പറഞ്ഞു, സാറേ, ഞാൻ അങ്ങനെയും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോഴേക്കും വക്കീല് പറഞ്ഞു, അതെ, ആ പെൺകുട്ടി ഇവൻ തമ്മിൽ പ്രണയത്തിലായിരുന്നു, അല്ലാതെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സാറേ എന്ന് പറഞ്ഞു. സംഭവിച്ചിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലായി, അതൊക്കെ പരാതി വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, സാറേ, അങ്ങനെയൊന്നും ഇല്ല, നീ കൂടുതലൊന്നും വേണ്ടണ്ട. ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കി അവളുടെ ജീവിതം തകർക്കാൻ നോക്കിയതാണോ നീ ചെയ്ത നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു, അതെ, ഇവന്റെ ജാമ്യം ഇവിടെ നിഷേധിച്ചിരിക്കുന്നു, ഇവനെ 14 ദിവസത്തേക്ക് റിമൈൻഡ് ചെയ്തേക്കാൻ പറഞ്ഞു. അതിനുശേഷം കോടതിയിൽ വെച്ച് ജാമ്യം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലോകിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവനെ കൊണ്ട് പോലീസുകാർ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വക്കീല് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്, സാറേ, അവന് ജാമ്യം കിട്ടിയിട്ടില്ല, അവനെ 14 ദിവസത്തേന് റിമാൻഡ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്യുതനൊക്കെ ആകെപ്പാടെ തകർന്നു പോയി. ഇതേ സമയത്ത് അനുശ്രീ വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ്. അനുശ്രീയുടെ മനസ്സിലേക്ക് അലോകിനെ പോലീസ് പിടിച്ചുകൊണ്ട് വന്ന ആ രംഗങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഓർത്ത് ഇരിക്കുന്ന സമയത്ത് ഗോമതി എവിടേക്ക് വരുന്നത്. ഗോമതി വന്നിട്ട് മോളേന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പെട്ടെന്ന് അനുസരിച്ച് ഞെട്ടിപ്പോയി. എന്താ മോളെ, നീ ഞെട്ടിപ്പോയതെന്നാ? എന്താ ആലോചിച്ചിട്ടിരിക്കുവായിരുന്നു? ഒന്നുമില്ലമ്മേ. അല്ല, എന്തോ കാര്യമായിട്ടുണ്ട്. എന്താ മോളെ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. നീ എഴുന്നേറ്റ് വന്നേ, ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു. വേണ്ടമ്മ, എനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാന്നേ? ആഹാരം കഴിക്കണ്ടേ? വായ എഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് പിടിക്കണം. ആ സമയത്താണ് ആര്യം വരുന്നത്. ആര്യം വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോക്ലേറ്റ് കൊടുക്കണം. അപ്പോഴേക്കും അനുശ്രീ ഒന്നും മിണ്ടാതിരിക്കുക. എടാ, ഇവളെ ഞാൻ ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് ഇവള് വരുന്നില്ല എന്ന് ഗോമതി പറഞ്ഞു. അതെന്താ നമ്മൾ നിനക്ക് ആഹാരം വേണ്ടാത്തേ? എനിക്ക് പേടിയായിട്ടാ. പേടി എന്തിന്? അത് പിന്നെ ഉണ്ടല്ലോ, ആ ലോകിനെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ, ഇനി എന്തൊക്കെ ചെയ്യുന്ന അറിയത്തില്ല അവന്. കാരണം അവന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല, അവനെ കുടുംബത്തിലുള്ള എല്ലാവരും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. കോമതി പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. എന്തിനെങ്ങനെ പേടിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ പേടിച്ചാൽ ഇങ്ങനെ ശരിയാന്നേ. അപ്പോഴാണ് ബാലൻ വിളിക്കുന്ന ഗോമതിയുടെ ഫോണിലേക്ക്. ബാലേട്ടൻ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി കോൾ എടുക്കുകയാണ്. കോമതി കോൾ എടുത്തിട്ട് പറഞ്ഞു, ബാലേട്ട, ഇവിടെ ഒരാൾ ആകെപ്പാടെ പേടിച്ചു പടച്ചിരിക്കുക. ആര്? അനുമോള്. അവൾക്ക് ഭയങ്കര പേടിയാ, ആ ലോക പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ വന്ന് നമ്മളെയൊക്കെ ഉപദ്രവിക്കുമെന്ന്. അവളോട് പേടിക്കണ്ടെന്ന് പറ. ബാലേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ ഫോൺ ലൗഡ് സ്പീക്കർ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ഗോമതി ലൗഡ് സ്പീക്കർ ഇട്ടു. അപ്പോഴേക്കും ബാലേട്ടൻ പറഞ്ഞു, മോളെ, നീ പേടിക്കൊന്നും വേണ്ട. വക്കീൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വക്കീല്. അവനെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേന് അവൻ ഇനി അകത്താന്ന് പറഞ്ഞു. മോള് പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുവിന് ഒന്നുകൂടെ അങ്ങ് ടെൻഷനായിപ്പോയി. അങ്ങനെ ബാലൻ കോള് കെട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആരും ചോദിച്ചു, ഇപ്പൊ സമാധാനമല്ലേ, ഇനി ഇപ്പൊ പേടിക്കണ്ടല്ലോ? ഇപ്പോഴാ ഏട്ടാ എനിക്ക് ഒന്നുകൂടെ ടെൻഷനായത്. അവനെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. ഇനി അവൻ വെറുതെ ഇരിക്കില്ല, എനിക്ക് അത് ഓർക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്തിനാ മോളെ ഇനി പേടിക്കണേ, അവൻ അകത്തായെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് ഒരു സമാധാനം വന്നേന്ന് പറഞ്ഞു. അതല്ല അമ്മേ, അങ്ങനെയല്ല കാര്യങ്ങള്, അത് അവനെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് കൃഷ്ണമംഗലത്ത് രാജശ്രീ ആകപ്പാടെ അക്ഷമയായിട്ട് നിൽക്കുകയാണ്. രാജശ്രീ ധർമ്മനോട് പറഞ്ഞു, എടാ ധർമ്മ, നീ ഒന്ന് വിളിച്ചു നോക്ക് അച്യുതണ്ണെ, അവരെവിടെയാ എത്തിയെന്ന് എന്തായെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അതെ എടുത്തി, ഇപ്പൊ തന്നെ വിളിക്കാം, എടുത്തി ഒന്ന് സമാധാനപ്പെട്. ഇന്ദിരാൻ പറഞ്ഞു, അതെ മോളെ, നീ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ അമ്മയ്ക്കിത് പറയാം, എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുന്നേ. അപ്പോഴേക്കും പുറത്ത് കാറ് നിന്നു. അതെ അവര് വന്നല്ലോ എന്ന് ധർമ്മം പറഞ്ഞു. ആ സമയത്ത് അച്യുതൻ അങ്ങോട്ട് കയറി വന്നു. അച്യുത അകത്തേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് കസാലിൽ ഇരിക്കുകയാണ്. ആ സമയം പുറത്തേക്ക് നോക്കിയിട്ട് രാജശ്രീ ചോദിച്ചു, അല്ല എവിടെ അച്യുതേട്ടാ? അന്തേട്ടനോ അലോക് എവിടെയാന്ന് ചോദിച്ചു. അത് കേട്ട് ഇനിയിപ്പോ അച്യുതൻ പറഞ്ഞു, അലോകിനെ റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞു. റിമാൻഡ് ചെയ്തെന്നോ? അതെ റിമാൻഡ് ചെയ്തു. അത് കേട്ട് ഇനിയിപ്പോ സഹിക്കാൻ പറ്റിയില്ല. രാജശ്രീ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്, എന്റെ ഭഗവാനെ എന്തൊക്കെയാ സംഭവിച്ചേ? അവൾ ഒറ്റയൊരുത്തി ഈ കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് എന്റെ മോനെ ജയിലിലാക്കിയല്ലോ. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, ദേവമകൾ ഞാൻ കത്തിക്കാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ ദേഷ്യപ്പെട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ ധർമ്മൻ ആ കയ്യിലേക്ക് അവിടെ കയറി പിടിച്ചു. ചേച്ചി എന്താ കാണിക്കണം ചോദിച്ചിട്ട്, വിടറ എന്നെ, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്ദിരാമ്മ പറഞ്ഞു, മോളെ നീ ഒന്ന് അടങ്ങ്, അമ്മയ്ക്കിത് പറയാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, രാജശ്രീ കേസ് നടക്കണ സമയത്ത് നീ അവിടെ പോയി കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഇനി നമ്മുടെ അലോകനെ പെട്ടെന്നൊന്നും പുറത്തിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീ ഒന്ന് അടങ്ങി. ദേ അന്തേട്ടന് രാമവർമ്മ വക്കീലിനെ കാണാനായിട്ട് പോയിട്ടുണ്ട്, എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അധികം വൈകാതെ തന്നെ അവനെ പുറത്തിറക്കും, അതിൻ്റെ ഇടയ്ക്ക് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, അന്തേട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മോന് ചേരി പോയി കിടക്കാന്ന് പറഞ്ഞാല് അവന്റെ ദേഹത്തൊരു തരി മണ്ണി വേണം, എനിക്ക് സഹിക്കാൻ പറ്റില്ല, പോലീസുകാരെ അവരെ ഉപദ്രവിച്ച് കാണത്തില്ലേ, ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല അന്തേട്ടാ, ദേവമംഗലത്തിലുള്ള ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അനുശ്രീ എന്നൊക്കെ പറഞ്ഞ് പൊലിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എടുത്തി ഇങ്ങനെ മിണ്ടരുത് നീയ, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ദേവമംഗലംകാർ ആരാന്നുള്ള കാര്യം, എന്റെ മോനെ കൊണ്ട് തല്ലി ചതയ്ക്കാൻ വേണ്ടിയിട്ട് കള്ളപ്പരാതി കൊടുത്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജശ്രീ വിങ്ങി പൊട്ടുവാണ്. രാജശ്രീ സമ്മതല തെറ്റിയ പോലെയാണ് പെരുമാറുന്നത്. ഇന്ദിരാമ്മയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല രാജശ്രീയുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോ. കുറച്ച് കഴിഞ്ഞപ്പം ആര്യം മീനാക്ഷിയെ വിളിക്കുവാണ്. മീനാക്ഷിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എടുത്തോട് പറയാണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അങ്ങനെ ആര്യം മീനാക്ഷിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ആകാശനെ വിളിച്ചു. ആകാശനെ വിളിച്ചത് പറഞ്ഞു. അതിനുശേഷം ആനന്ദിനെയും വിളിച്ചു. ഒടുവിൽ ആര്യം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് അനുവിനോട് പറഞ്ഞു, ബാ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. എങ്ങോട്ടാ ആര്യം ചേട്ടാ? ഇങ്ങോട്ടേക്ക് വരാനല്ലേ പറഞ്ഞേ എന്നും പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോയി ബൈക്കിലേക്ക് കൂടെ കയറ്റുവാണ്. എന്താ ഏതാന്ന് കാര്യങ്ങളൊന്നും അനുസരിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവില് ഒരു ബീച്ചിന്റെ അടുത്തേക്ക് വണ്ടി ബൈക്ക് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നിർത്തുവാണ്. എന്തായാലും ചേട്ടാ ഇവിടെ? അതെ നിന്നെ കാണാനായിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര്? അതൊക്കെ ഉണ്ട്, ഇപ്പൊ വരൂന്ന് പറഞ്ഞു. അതേ സമയത്താണ് മീനാക്ഷിയും മിത്രയും ആനന്ദും ആകാശമൊക്കെ അങ്ങോട്ടേക്ക് അവരെല്ലാരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുസരിച്ചു, ഇതെന്താ എല്ലാരും ഇവിടെ? അതെ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാന്ന് മീനാക്ഷി പറഞ്ഞു. സർപ്രൈസോ? അതെ നീ അവിടെ വിഷമിച്ചിരിക്കാന്നുള്ള കാര്യങ്ങള് നിന്റെ ആര്യൻ ചേട്ടനെ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ആര്യൻ ചേട്ടൻ എങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തേ, നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് കുറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതെല്ലാം ഇന്ന് നമ്മൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു. എന്നെ സന്തോഷിപ്പിക്കാനോ? പിന്നെ അല്ലാതെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവര് ബീച്ചിലും അവിടെ ഇവിടെ എല്ലാം പോയി അവരെ അടിച്ചു പൊളിക്കുകയാണ്. ഐസ്ക്രീം പാർലറും ഒക്കെ പോയി കാണാം. അനുശ്രയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം ചേർന്ന് ഇങ്ങനെ തീരുമാനം എടുത്തേ. അനുശ്രയുടെ മനസ്സിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യം അറിയാം. ശ്രീദേവി മാത്രം ഉണ്ടായിരുന്നില്ല. ശ്രീദേവിയെ കടയേൽപ്പിച്ചിട്ടാണ് ആകാശ് പോകുന്നത്. കാരണം ശ്രീദേവിക്കും കൂടെ കടയിലില്ലെങ്കിൽ കടയിൽ ആളില്ലെങ്കിൽ ബാലൻ പിന്നെ വെറുതെ ഇരിക്കില്ല എന്നറിയാം. അതുകൊണ്ട് അങ്ങനെ അവരെല്ലാരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.